നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയോഗ്യനാക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പരിശോധനയ്ക്കായിട്ട് വൈദ്യ പരിശോധനയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. പോകുന്ന വഴിയൊക്കെ തന്നെ പ്രതിഷേധം രൂക്ഷമായിരുന്നു. DYFI നേതാക്കൾ കൂകി വിളിച്ചും ചെരുപ്പറഞ്ഞും പൊതിച്ചോറ് കൊടുത്തുമൊക്കെയാണ് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അല്ല, DYFI നേതാക്കൾ ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അയ്യോ പാവം തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈശ്വര സംരക്ഷണത്തിനും അയ്യപ്പ സംരക്ഷണത്തിനും വേണ്ടി കോടികളും ലക്ഷങ്ങളും ചെലവഴിച്ച് ഇറങ്ങിയ ഡിഫിക് നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുമായി അറസ്റ്റ് ചെയ്തപ്പോഴോ, അതിനു മുൻപ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴോ, അതുക്കും മുൻപ് വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോഴോ, അതുക്കും മുൻപ് നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തപ്പോഴോ ഒന്നും തന്നെ കാണിക്കാതെ ആവേശം, ആക്രോശം, കൂകി വിളികളൊക്കെ തന്നെ ഇവിടെ കാണിക്കുകയാണ്. അല്ല, ഇവരൊക്കെ തന്നെ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ രാഹുൽ തന്നെ വേണ്ടി വന്നല്ലോ. പോടാ പുല്ലേ എന്ന മട്ടിൽ, ഹൂ കെയേഴ്സ് എന്ന മട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുടെ മുന്നിലൊക്കെ ചിരിച്ചു തള്ളുകയും ചെയ്തു. എന്തായാലും രാഹുൽ മാങ്കൂട്ടം അപ്പോൾ SITയുടെ പൂർണ്ണമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ പൂർണ്ണമായി തള്ളിയിരിക്കുകയാണ്. ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്, ഈ പരാതി തന്നെ കൊടുക്കാനായിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് ആണ് ഈ പരാതി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും DYFI നേതാക്കൾ കിട്ടിയ അവസരം പാഴാക്കാതെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്, കൂകി വിളിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ശിവൻകുട്ടിയൊക്കെ തന്നെ നിമിഷ നേരം കൊണ്ടാണ് പോസ്റ്റുമായി വന്നത്, പ്രതികരണവുമായി വന്നത്. കഴിഞ്ഞ ദിവസം തന്ത്രിയെ പൂട്ടിയപ്പോഴോ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോഴോ ഒന്നും തന്നെ ആരും പ്രതികരിക്കാത്തിടത്താണ് ഒരു പെണ്ണ് കേസിൽ ഒരു MLA അറസ്റ്റിലാകുമ്പോൾ പ്രതികരിക്കുന്നത് എന്നുകൂടി നോക്കുക. എന്തായാലും ഡിഫിക്ക് നേതാക്കൾക്ക് ഊർജവും ആവേശവും നൽകാൻ രാഹുൽ തന്നെ വീണ്ടും വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഖേദം തോന്നുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്തു വരികയാണ്. തെളിവുകൾ നിരത്തി SIT രാഹുലിന്റെ ഓരോ കാര്യങ്ങളും തള്ളുകയാണ്. പക്ഷെ അപ്പോഴും രാഹുൽ പറയുന്നത് ഇത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്, ഇതിൽ തനിക്ക് യാതൊരുവിധ പങ്കുമില്ല എന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട്. എന്തായാലും അതിജീവിതകന്മാർ കൂട്ടക്കൊത്തോടു കൂടി ഇറങ്ങിയിട്ടുണ്ട്. നാളെ കാനഡയിൽ നിന്നും അതിജീവിത നാട്ടിലെത്തുമെന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ തെളിവുകൾ നാളെ കോടതിയിലേക്ക് രാഹുലിന്റെ അഭിഭാഷകൻ ചെല്ലും. അതിനുശേഷം രാഹുലിന് വേണ്ട നടപടികൾ, ജാമ്യാപേക്ഷ ഒക്കെ തന്നെ പരിഗണിക്കാനാണ് സാധ്യത, ജാമ്യാപേക്ഷ നൽകാനാണ് സാധ്യത. എന്തായാലും രാഹുലിനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാഹുൽ പുറത്തിറങ്ങുന്ന കാര്യം വളരെ വൈകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്രയും നാളും കാത്തിരുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് വലിയ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞായറാഴ്ച രാത്രി തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണവും നമുക്കറിയാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടം വഴിയെങ്കിലും ഡിഫിക്കാരുടെ ഒരു ഊർജ്ജമൊക്കെ തിരിച്ചു കിട്ടിയല്ലോ എന്ന സന്തോഷമാണ് നിലവിലുള്ളത്.